ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് ഒരു മധുഹൂത്ത് ഉണ്ടാക്കാനുള്ളൊരു ആഗ്രഹം. അപ്പോൾ അരിയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, അതിന് വേണ്ട കുറച്ച് ചിക്കനും നമ്മൾ തലേ ദിവസം കുറച്ച് പരിപാടികൾക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മാറ്റി വെച്ച കുറച്ച് പീസും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളും കോപ്പി അടിച്ചതാണ്, വേറൊരാളിൽ നിന്നും കുറച്ച് 3-4 പേരിൽ നിന്ന് കണ്ട വീഡിയോസിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളതായ രീതിയിൽ ഒന്ന് ചെറിയതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് സാധനം ഉണ്ടാകുന്ന കുറച്ച് സ്പൈസസും കാര്യങ്ങളും ഇടാണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കണം, അതുപോലെ അരി കഴുകി വെക്കണം, അതുപോലെ തന്നെ ഈ മല്ലിയും തക്കാളിയും കൂടെ അരച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ പരിപാടി ഞാൻ സിമ്പിളായിട്ട് അങ്ങ് ഏറ്റെടുത്തു. കാരണം ക്യാമറ പിടിച്ചിട്ട് ചെയ്യാവുന്നൊരു പരിപാടി അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇളക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കാനേ. ഓക്കെ, അപ്പോൾ അതിനെ അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോറിൽ അതിൻ്റെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ കഷ്ണങ്ങളിങ്ങനെ കിടക്കുന്ന പോലെ ഒരു ഫീലോ കാര്യങ്ങളൊന്നും വേണ്ട. ഓൾറെഡി ക്യാപ്സിക്കം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് വേസ്റ്റ് ആക്കാനാണ് പറഞ്ഞുകൊണ്ട് ചെയ്താൽ പോലെ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കണ്ടല്ലോ. അപ്പോൾ അത് കൊണ്ടു കൊടുത്തു. അപ്പോൾ അവളത് അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ അവൾ കുറച്ച് സ്പൈസ് കാണിച്ചിട്ട് ഇതിപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി അവൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ ഇട്ട കാരണം അവൾ കുറച്ചും കൂടി ഇട്ടു. പിന്നെ ചിക്കനൊക്കെ ഐസായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഓരോന്നിനും വിടിച്ചെടുത്തു. പിന്നെ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന പരിപാടിയായ കാരണം, പ്രത്യേകിച്ച് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന പരിപാടിയായ കാരണം അറിയില്ല നന്നാവോ കേടാവോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പീസ്, അതായത് ഇത്ര പീസ് എടുത്തിട്ടുള്ളൂ, നമുക്ക് 5 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പീസ് മതി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത്. കാരണം ഇത് പ്രത്യേകിച്ച് ഫ്രൈ ഒന്നും ചെയ്യണില്ല. ആ വെള്ളത്തിൽ കിടന്ന് കുക്കറിൻ്റെ പ്രഷറിൽ ആ ചൂടിൽ 2 വിസിലിൽ വേവേണ്ട സാധനമാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും ക്യാപ്സിക്കം ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും വെച്ചിട്ടില്ല. ഓയിൽ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചിക്കനിൽ നമ്മൾ കുറേ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടോ, ഫോർക്ക് വെച്ചിട്ട് കുറേ കുത്തി കുറേ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഡൗട്ട്, ഇനി ഇത് വെന്തില്ലെങ്കിലോ എന്ന്. അതായത് കുക്കറിൽ കിടക്കുമ്പോൾ വേവും എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീൽ അറിയില്ലല്ലോ. ഈ ഒരു ഗ്രേവിയിൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാലോ എന്ന് തോന്നിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങളൊന്ന് ഇതിനൊന്ന് പതുക്കെ ജസ്റ്റ് അത്രയല്ലോ 5 മിനിറ്റ് ഞങ്ങൾ ഇതിനൊന്ന് വേവിച്ചു അടച്ചു വെച്ചിട്ട്. അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു. അതായത് ഞങ്ങളിപ്പോൾ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടായിരുന്നു, ചെറിയൊരു കുറവുണ്ടായിരുന്നു, ഒരു ലേശം. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുതിര ഇട്ട് വെച്ച അരിയിൽ വെള്ളം കളഞ്ഞിട്ട് വെള്ളം പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോരി ഇതിലേക്ക് ഇട്ടു. കാരണം ഇത് ഓൾറെഡി വെള്ളത്തിൽ കിടക്കുന്ന പരിപാടിയല്ലേ, വറ്റിക്കുകയാണ് അത്. പിന്നെ അല്ലാതെ നമ്മൾ ഊറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അത് അതിലിട്ട് അങ്ങ് വേവിച്ചു. ഒന്നും നോക്കിയില്ല. ഏകദേശം തിളച്ചതിന് ശേഷം അടയ്ക്കാൻ വേണ്ടി ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അവളാണെങ്കിൽ അരി ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നോക്കി. പ്രത്യേകിച്ച് വേറെ ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല. നെയ്യോ കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. 1 ക്യാപ്സിക്കും, കുറച്ച് ചിക്കൻ പീസും, 3 മാഗി ക്യൂബും, 1 തക്കാളി, 1 മല്ലി, പുതിന ഇല്ല എന്നുണ്ട്, മല്ലി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് അരച്ച പേസ്റ്റ് ഇതുണ്ട്. ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ച പേസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഞാൻ ഇതിലെടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിള വന്നതിന് ശേഷം ആ സാധനം അങ്ങോട്ട് അടച്ചു വെച്ചു. 2 വിസിലടുപ്പിച്ചപ്പോൾ സംഭവം ശരിയായി. ഓക്കെ, ഇനി അത് തുറക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അത് അടച്ചു വെച്ച് 2 വിസിലടുപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്. എനിക്ക് സമാധാനമില്ലാണ്ട് അപ്പോൾ ഞാൻ പോയി തുറന്നു. മോനെ കളറിലാന്നുള്ളതേ ഈ പറയണ ഐറ്റം ഇന്നേ വരെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാത്ത കാരണമാണെന്നറിയില്ല. അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് അറിയില്ല. പക്ഷേ ഇതൊരു 1.5 മുതലായിരുന്നു. ഒരു രക്ഷയില്ല. ചിക്കനൊക്കെ സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അമ്മാതിരി സോഫ്റ്റ്. റൈസോ ഫ്ലേവറിൻ്റെ കളിയാണ്, അമ്മാതിരി ഫ്ലേവറും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സംഭവം ഞങ്ങൾക്ക് തന്നെ കൗതുകമായി പോയി. അടിപൊളിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.